അന്തി ത്വാലിഖുൻ തൽഖതൻ ഫീ തൽഖതൈനി. ഞാൻ പറഞ്ഞു അന്തി ത്വാലിഖുൻ തൽഖതൻ ഒരു തലാഖ് മാത്രം, അധികമില്ല. ആ ഒരു തലാഖ് തന്നെ ഫീ തൽഖതൈനി, ഫീ തൽഖതൈനി. ആ സമയത്ത് വഖസദ മഇയ്യതൻ ഫസലാസുൻ, മഅ എന്ന മഅനയാണ് കരുതിപ്പോയതെങ്കിൽ കാര്യം പോക്കാതെ ഉണ്ടാവും, മൂന്നുണ്ടാവും. രണ്ട് തലാഖിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് മഅ എന്നുള്ള മഅനയാണ് വന്നത്. അപ്പൊ ഇതും വേണോ ആ അവിടെ ഉള്ളതും വേണം, എന്താവും യഖൈന. എത്രത്തോളം എന്ന് വെച്ചാൽ വലൂഫി ഗൈരിൽ മൗതുഅത്തി, സംയോഗം ചെയ്യപ്പെട്ട പെണ്ണിൽ മാത്രമല്ല. കാരണം ഈ ജുംല ഒന്നായിട്ടായ നമ്മൾ കൂട്ടുന്നു, ഒന്നിന് പിറകെ ഒന്നല്ല, ഒന്നിച്ച് ഇതും അതും എല്ലാം കൂടി തലാഖായി പോട്ടെ എന്നാണ്. എന്താവും ലിമാ മറ, മുമ്പ് പറഞ്ഞതായ ഒന്നിന് വേണ്ടി. ലിമാ മറ എന്താ മുമ്പ് പറഞ്ഞത്? 55 എന്ത് പറഞ്ഞത്? ലിമാ മറ തൽഖത്തുൻ ഫീ തൽഖത്തിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞിട്ടില്ലേ? അല്ല 55 ഈ തന്നെ തൽഖത്തൻ ഫീ തൽഖത്തിൻ, തുടക്കം തന്നെ ഇതിന്റെ മേലെ തന്നെ ആദ്യത്തെ രണ്ടാമത്തെ വരിയിലതാ അല്ലേ? അതാ അതാ ലിമാ മറ. മാറാദ മാ ഫതൽഖതാനി വലോ ഫീ ഗൈരി മൗതുഅത്തിൻ لصلاحية اللفظ له. قال تعالى ادخلوا في أمم. أو قصد الظرفات പാത്രമാണ് ഉദ്ദേശമെങ്കിലോ, രണ്ട് തലാഖ് ഇട്ട് വെക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു പാത്രോ, അതിലുള്ളതായ ഒരു തലാഖ് ദർഫ മുറാദ്. രണ്ട് തലാഖ് അതിൽ കൊള്ളുമ്പോഴും അതിലുള്ളതായ ഒരു തലാഖ് ദർഫ മുറാദ്, ഒരു ഭരണിയ മുറാദ്. എന്നവും മുക്തദാവ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ? രണ്ട് തലാഖ് വെക്കുന്നതായ ആ പെട്ടി ഉണ്ടല്ലോ, അതിലുള്ളതായ ഒരു തലാഖ്, അതിൽ രണ്ട് തലാഖ് കൊള്ളൂ, അതിലുള്ളതായ ഒരു തലാഖ് ദർഫൂറാണ്. ഔ ഹിസാബൻ, ഹിസാബിന്റെ കണക്കാ പറഞ്ഞെങ്കിലോ, രണ്ടിൽ എത്ര കണ്ട് ഓരോന്നുണ്ട്, എത്ര ഓരോന്ന് കൂടിയിട്ടാണ് രണ്ടാവുന്നത്. കണക്കറിയും ചെയ്യാം, ഇതിനകത്ത് കണക്കറിഞ്ഞൂടാ. 2 പ്രാവശ്യം ഓരോന്നും കൂടി എത്ര ആയി? അത് 11 എന്ന് പറഞ്ഞു. ഈ കണക്കറിയാം, 2ൽ 1 2 പ്രാവശ്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കണക്കും അറിയാം എങ്കിൽ ഫസിന്താനി രണ്ടാണല്ലോ കണക്ക് ഈ ഭാഷാ പണ്ഡിതന്മാരുടെ അടുക്കൽ. 2ൽ അടങ്ങിയതായ ഓരോന്ന്, 2 അടങ്ങിയിട്ടില്ലേ? അറിയില്ലെങ്കിലോ 2ൽ എത്ര ഒന്നുണ്ട് എന്ന് അറിയുക, 2ൽ എത്ര ഒന്നുണ്ട് എന്ന് അറിയില്ല. ഹലോ, പക്ഷേ അവർ എത്രയാണോ കരുതിയത് അത്ര ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതെ, അഹ്ലികാർ എത്രയാ ഉദ്ദേശിക്കുന്നത് അതുപോലെ വന്നോട്ടെ എന്നാണ് നിങ്ങൾ കരുതുന്നത്. എന്നാൽ ഒന്നെയാണ് മജ്ഹൂലുൽ മുത്ലഖിനെ ചിന്തിക്കാൻ കഴിയോ? അംശം പോലെ ആയിക്കോട്ടെ എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇതിന്റെ ഭാഷാ പണ്ഡിതന്മാർ എന്തോ കണ്ടിട്ടുണ്ടാവും, 2ൽ എത്രയോ ഒന്നുണ്ടാവും, അതെനിക്കറിയില്ല, അത്ര തന്നെ ആയിക്കോട്ടെ. മജ്ഹൂൽ ഓർമ്മിച്ച് പറയാൻ പാടണ്ട കൊണ്ട് അവിടെ പറയുന്നു വക്കീല സിന്താനി. എത്രയാണ്? 2ൽ അടങ്ങിയതായ ഒന്നെത്രയാ? വഖദ് ഖസദഹു, ഇതിന്റെ അഹ്ലികാർ എത്രയാണോ
പ്രതീക്ഷിക്കുന്ന അത്ര ആയിക്കോട്ടെ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എത്ര ഉണ്ടാവും? വൈലം യൻവി ചെയ്യാൻ അറഫഹു ഔ ജഹിലഹു, കാലിയായ മനസ്സിൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്നല്ലേ? എന്താവും? ആ അതെ, അതൊന്നും സംഭവിക്കേണ്ട ആവശ്യം. ഒന്നാകാനും രണ്ടാകാനും സാധ്യത ഉണ്ടാകാൻ നമ്മൾക്ക് ദയമായ രീതിയൊക്കെയാണ്. ഒരു തർക്കത്തല്ലേ ഇവിടെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സുമാർ കണ്ടിട്ട് പറയാൻ പറ്റോ? ഒരു ഖൗലിൽ പറയുന്നു 2 തലാഖായി കണക്കറിയുമെങ്കിൽ, കണക്കറിയുമെങ്കിൽ കണക്കിന്റെ തന്നെ സ്പെഷ്യലിസ്റ്റ് ആകട്ടെ. കാരണം ഈ തലഫുലി വിഹിന്ന ടോട്ടലോ ഒഴിഞ്ഞതെന്തായി തൽക്കത്തൻ ഫീ തൽക്കത്തിൻ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ടോട്ടലി പറക്കുകയാണെങ്കിൽ കേൾക്കുന്ന എത്രയായി? ഇനി പുതിയ ഫാഷനാ ഈ തലാഖിന്റെ എണ്ണത്തെ പറ്റിയല്ല. ഒരുത്തൻ പറയുന്നു ലാ അക്തുബു മഅക ഫീ ഷഹാദ, ലാ അക്തുബു മഅക ഫീ ഷഹാദ, സത്യം ചെയ്ത് പറയാ നിന്നോടൊപ്പം ഞാൻ എഴുതൂല എന്നാണ്. നീയും ഞാനും വലിച്ചൂടാ. 2 മുജിത്തഹിദ് പ്രദേശത്തിണ്ടായ പയപ്പാവൂലേ? രണ്ട് നേതാക്കന്മാരോട് പറഞ്ഞിങ്ങം വരോ, ആരാ ഉള്ളത്? ഇന്നയാളുണ്ട്, ഇന്നില്ല. വലം എൻവി, അവൻ കരുതിയിട്ടില്ല അന്നഹു ലാ യജ്തമിഉ ഖത്താഹുമാ ഫീ വറഖ, ഒരേ പേജിൽ തന്നെ രണ്ടാളുടെയും എഴുത്ത് പതിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്തു സൂക്ഷിക്കണം. ഒരേ പേജിൽ തന്നെ മുന്തിയാലും താണാലും ഒരു പേജിൽ തന്നെ രണ്ടാളുടെയും വിവരണം, രണ്ടാളുടെയും ഈ സത്യവാക്കുണ്ടല്ലോ ഒരു പേജിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പാടില്ല എന്ന് കരുതിയില്ലെങ്കിൽ അങ്ങനെ തന്നെ നടത്തണം. അതൊന്നും ഇവൻ പറഞ്ഞിട്ടില്ല. വായിക്കുമ്പോൾ തന്നെ ഈ റിപ്പോർട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക നേതാവ്, അതിൻ്റെ താഴെ തന്നെ മറ്റേ ആളെ വരും. അങ്ങനെ പറ്റില്ല എന്നാ പറയും. ഒരു പേജിൽ തന്നെ രണ്ടാളെ പേരും രണ്ടാളുടെ റിപ്പോർട്ട് കൊടുക്കുകയെന്ന് ഞാനില്ല. എന്നാ കരുതിയില്ലെങ്കിൽ അത് കാത്തു സൂക്ഷിക്കണം. അതൊന്നും പറഞ്ഞിട്ടില്ല. മയക്കാന്നാ പറഞ്ഞിട്ടുള്ളൂ. മയക്ക വലം യൻവി അന്നഹു ലാ യജ്തമിഉ ഖത്താഹുമാ ഫീ വറഖ. വലം യൻവി പറയാൻ കാരണം അങ്ങനെ കരുതിയെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടി വരും. ഒരു ഭാഗത്ത് ഒരാളെ റിപ്പോർട്ടും മറ്റേ ഭാഗത്ത് മറ്റേ ആളെ റിപ്പോർട്ടും. ചില പുസ്തകത്തിനെല്ലാം കാണാം അങ്ങനെ. ഒരു ഉസ്താദിന്റെ സാക്ഷി ഇപ്പുറം ഉണ്ടാവും, മറ്റൊരു ഗ്രൂപ്പിന്റെ സാക്ഷി അപ്പുറം ഉണ്ടാവും. ഈ ഗ്രന്ഥം വളരെ ഉച്ചാറുള്ളതാണ്, എല്ലാവരും വാങ്ങേണ്ടതും പഠിക്കേണ്ടതും ആകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ തീരുമാനം പറഞ്ഞിട്ടില്ല. അയാളോടൊപ്പം ഞാൻ ഇടപെടൂല എന്നാ പറയും. എന്നാൽ പറ അവൻ സത്യം നടപ്പിലാക്കിയവനായി അവലൻ, ഈ പറഞ്ഞവൻ ആദ്യം കടലാസ്, അതിന്റെ ശേഷം മറ്റേ ആൾ വന്നിട്ട് അടുത്തന്നെ ആയിക്കോട്ടെ. അതിന്റെ ബാക്കി അരപ്പേജ് ഇയാൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബാക്കി തന്നെ മറ്റേ ആൾ വന്ന് എഴുതിയാലെന്ത് ആവോ? ഇല്ല. സുമറഫീഖുഹു, പിന്നെ മറ്റേ ആൾ എഴുതുക. ലിയന്നൽ അവ്വല, ആദ്യത്തെ കാത്തിബ് ലാ യുസമ്മാ ഹീനൈദിൻ അന്നഹു കതബ മഅ സാനി, സാനിയോടൊപ്പം എഴുതി എന്ന് പറയോ? അപ്പൊ സത്യത്തിൽ പിഴക്കോ? ബിഖിലാഫിൽ അക്സി,
വയ്യ എഴുതിയാലോ ആക്സിന് മാറ്റമായിട്ട് ഈ ഡിമാൻഡ് പറഞ്ഞോ പറയുന്ന ഞാൻ വയ്യ എഴുതാം, ആദ്യം അയാൾ എഴുതിയിട്ട് പോട്ടെ എന്ന്. അങ്ങനെ എന്താവും? മയ്യത്ത് വരും. വയ്യ എന്നാ മയ്യത്ത് വരും. ഇതേപോലെ എല്ലാം കണക്കൂട്ടിക്കോ. ഉണ്ടാകുമ്പോൾ ഞാനില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇയാളെ കയറ്റിയിട്ട് വിടാൻ ഒരു ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ ഷോപ്പ് ഉദ്ഘാടനം അല്ലെങ്കിൽ കൺവെൻഷൻ അയാളുണ്ടെങ്കിൽ ഞാനില്ല എന്ന് പറയുമ്പോൾ ഇയാൾ ആദ്യം കയറ്റി എന്താക്കിയൊക്കെ ഒന്നുമില്ല, ഒരു വന്നിട്ട് പോയില്ലേ. രണ്ടാമത്തെ മയ്യത്ത് ആടിട്ടൽ തങ്ങി നിന്നിട്ട് ഇതും അതുമല്ലേ. പക്ഷേ ഞാൻ തുടക്കവും ദവാമും ഒരുപോലെ ആയതുണ്ടാവും. തുടക്കവും ദവാമും ഒരേ ലെവലിൽ പോകുന്നത്. ഞാൻ ലാ കൊഴുതു മാക്കി എന്ന് പറഞ്ഞു. എന്നാൽ ലാ കൊഴുതു മാക്ക അല്ലെ മാക്കി അവിടെയോ അവിടെ അന്നഹു ലാ ഫർഖ ബൈന തഖദ്ദുമില്ലാഹി വതആഖിരിഹി എങ്ങനെയായാലും ഇസ്തിമാൽ വരും. കൊഴുത് ആദ്യ ഒരാളിരുന്ന് വെയ്യാരാണ്, അല്ല വെയ്യ ആദ്യം അയാളിരുന്ന് വെയ്യ ഇയാളിരുന്ന് എങ്ങനെ ഇസ്തിമാലിന്റെ പ്രശ്നം പരിപാടി ഉറപ്പന്നല്ലത്. എഴുത്തിന്റെ അടുത്ത് കാണാനുണ്ട ആദ്യത്തെ ആൾ എഴുതുമ്പം രണ്ടാമത്തെ ആളുടെ അഭിമുഖം ഉണ്ടാ. ഇതോ ഇതെന്താ വരുന്നു? ഇയാളിരുന്ന് മറ്റേ ആളിരിക്കുമ്പോഴൊക്കെ എന്തായി? മയ്യത്തും. പലവുകാല അന്തിത്താലിക്കും വളരെക്കാന്നാ പറഞ്ഞത്. എന്നാലോ അത് ഹോട്ടലിലെ ചോറ് പോലെയായി. ചോറ് വാങ്ങി 2 മുടി മാത്രം വെച്ച് മതി എന്ന് പറഞ്ഞാൽ ചോറ്റിന് 60. ബാധ തൽക്കാന്ന് പറഞ്ഞ് ഞാൻ തലാക്കില്ല, ക്യാൻസലാക്കി കൊടുക്കിയിട്ടില്ല. അവ നിസ്ഫാന്ന് ലാഫത്താൻ അവ തുലിസൈ തൽക്കത്തിൽ നിസ്ഫ തൽക്കത്തിൽ തുലിസൈ തൽക്കത്തിൽ. ഒരു തലാഖിന്റെ നേരെ പകുതി അല്ലെങ്കിൽ ഒരു തലാഖിന്റെ 3/2 ഭാഗം. കുറച്ച് തലാക്കാട ബാക്കി എത്തിച്ചു. ഇജ്മാണ് ഭൂമിയോഗത്ത് നേരെ പറയാൻ ബാക്കിണ്ട. എന്നഹു തലാഖ് എന്നത് ലായതബഉ ഉണ്ടാവില്ല. വേദന സ്വീകരിക്കോ? ഉണ്ടാവും. തലാഖ് ഫുള്ളേ ഉള്ളൂ. എന്താവും? തലാഖ് ഫുള്ളേ ഉള്ളൂ. ഫുൾ തലാഖ് അല്ലാണ്ട് ഇവിടെ ഉണ്ടോ? നിസ്ഫൈ തൽഖ എന്ന് പറഞ്ഞാലോ നിസ്ഫൈ തൽഖ ഒരു തലാഖിന്റെ 2 പിളർപ്പ്. അവിടെ പിന്നെ അതായത് ഈ ഇതും ഇതും രണ്ടും ഉണ്ട്. 2 തലാഖാവില്ല. നിസ്ഫു തൽക്കത്തിമ്മ നിസ്ഫു തൽക്കാന്നെങ്കിൽ 2 ആവും. ഇതിന്റെ പകുതി അതിന്റെ പകുതി. അപ്പൊ ഇതൊന്ന് അതൊന്ന്. അത് സാധാരണ അങ്ങനെ കുറച്ചമീൻ കൊണ്ടുവച്ച് ഇതിൽ നിന്ന് അല്പം നുള്ളി അതിൽ നിന്ന് നുള്ളി നോക്കുമ്പോഴൊക്കെ കുറച്ചേ തിന്നിട്ടുള്ളൂ. എന്നാലും 2ന്റെ ബില്ല് വരും. വരൂലേ? ഒരു തലാഖ് എന്നതാണ് മജ്മൂഉഹുമ. വറദ്ദഹൽ ഇമാമു ഇമാമുൽ ഹറമൈനി തർക്കിയാക്കിയിരിക്കുന്നു. ബഅദ തൽഖാ എന്ന് പറഞ്ഞ കേസിൽ ബഅദ തൽഖാ പിന്നെ ഹബി ബഅദ തൽഖാ എന്ന ആ പ്രശ്നം എങ്ങനെയാണത് ഒന്നായത്? അത് എന്ത് ജാതിയാണ്? കുല്ലിനെ തൊട്ട് ബഅദ് കൊണ്ടുള്ള ഇബാറത്ത് ബഅദ് പറയുന്നത് ലേശം ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞില്ലേ, അത് കുടിക്കുന്നത് ലേശമായിരിക്കൂല മുറാദ്, നേർക്കന്നെ ആയിരിക്കും. ബഅദ് പറഞ്ഞൊരു കുല്ല് മുറാദ് അങ്ങനെയാന്ന് പോലെ പടലി എല്ലായിടത്തും. സാധാരണ അങ്ങനെ ആക്കേണ്ട ലേശം ഇരുന്നിട്ട് പോവുക. അത് ലേശം എന്ന് പറഞ്ഞാൽ ലേശം ഒന്നും ആയിരിക്കില്ല. ബഅദാണ് പ്രയോഗിക്കുക. എന്തിനെ തൊട്ട്?
ആ കേസെടുത്താൽ പോലെ. ഇമാം അൽ ഹറമൈനി ബലഹീനപ്പെടുത്തി കൗനഹു ഇവിടെ നടക്കുന്നത് മിൻ ബാബി സറായ പകരുക പകരുക എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു മൂലക്ക് തീ പിടിച്ചിട്ട് കംപ്ലീറ്റ് പൂർത്തിയാകും, കടലാസ് കത്തിയ പോലെ. അങ്ങനെയൊരു കോലില്ലേ മുമ്പ് സിറായത്ത് പകരുക, ഒരു മൂലക്ക് പിടിച്ചാൽ എല്ലായിടത്തേക്ക് കത്തല്, അതാണോ ഇവിടെ? അല്ലല്ല, അതിവിടെ പറയേ വേണ്ട. റാഫി ഇമാമിന്റെ കലാമിന്റെ ഖളിയ കേട്ടാ കേട്ടിട്ടുണ്ട്. ഖളിയ ഭക്ഷണം കഴിച്ചാൽ കാണുന്നില്ലേ? റാഫി ഇമാമിന്റെ കലാമിന്റെ തേട്ടം എന്താ ഈ മസല? നമ്മൾ ഈ പ്രശ്നത്തിൽ തീർച്ചയായും ഇത് 39 പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. 39 പറഞ്ഞിട്ടുണ്ട്, എന്നാ തലാഖ് ഉണ്ട് എന്നല്ലേ? അതെങ്ങനെ തലാഖായി? യതുകൊണ്ട് ജമീഉൽ ജസദ് മുറാദ് എന്നാണോ? സിറായത്ത് എന്നല്ലേ പറഞ്ഞത്? അതിലെ മാറ്റങ്ങളാക്കി 39 ഇങ്ങനെയൊരു ചാൻസ് പറഞ്ഞിട്ടുണ്ട്. കുല്ലുകൊണ്ട് വയലു മുറാദ്, വയലുകൊണ്ട് കുല്ലു മുറാദ് ആകാം. അതന്നെ ആയിക്കൊള്ളണമെന്നില്ല. കൂടുതൽ ആൾക്കാർ പറയുന്നത് സിറായത്താണ്. ഫയകൂനു മിൻ ബാബി സിറായ, അതുകൊണ്ട് ഇവിടെയും എന്തായിക്കൊള്ളണം? ആകണം. അതാണ് ശരി. ബഹുവല്ല സഹു. ആ 39 നോക്കിയാൽ മതി. ആടെ എങ്ങനത്തെ ജാതിയ മെത്തമതാക്കി? 39 അല്ല വേണ്ട, 40 അത് നോക്കിയാൽ തന്നെ കിട്ടിയില്ലേ? 40-ാം പേജിൽ തന്നെ കിട്ടിയില്ലേ? ഇനി അപ്പുറം കിട്ടും 39 അടി പറഞ്ഞിട്ടുണ്ട്. എന്തിലാ പേടിക്കാറ്? തുടക്കത്തിൽ അല്ല, തുടക്കത്തിൽ 1-ാം പേര് അത് തന്നെയാണ് സത്യം. പറഞ്ഞിട്ട് അടിയും ബലപ്പെടുത്തി എന്താണ്? ഇനി നമുക്ക് ഇതുകൊണ്ട് കാര്യം എന്താണ്? സിറായത്താണോ അല്ലാത്തതാണോ? ഫായിദുണ്ട്, ഭയങ്കര ഫായിദുണ്ട്. ഈ ഖിലാഫിന്റെ ഫായിദ വെളിവാകുന്നത് ആണ്. നിനക്കിതാ തലാഖ് തന്നിരിക്കുന്നു 3, പക്ഷേ ആ 3-ൽ നിന്ന് ഇല്ലാ നിസ്ബതൽ ഖാ, അര കുറച്ചോളി, 2.5 ആടെയാണ് ഉപകാരപ്പെടുത്തും. ഫഅലത്താനി സിറായത്താണ് എന്ന് പറയുമ്പോൾ യഖൈന എന്താ? യഖൈന അതെ 2.5 വരെ എത്തിയില്ലേ? അത് പാഞ്ഞിട്ട് ഇടം വരെ കയറും. സിറായത്തിന്റെ പോയിന്റ് 2 പണ്ടേ ആയി, ഈ 1-ന്റെ പകുതിയായി. പകുതിയായിട്ടാണ് നിൽക്കോ? ഇല്ല, കത്തിച്ച വലയാണ്. അപ്പം ബാക്കിയും കത്തും. അപ്പൊ ഇസ്തിനാക്ക് വിലയില്ലാണ്ടായി. ചിന്തിക്ക്. ചായ ഒന്നും കുടിക്കലില്ല എന്തെങ്കിലും. ഈ മസലയിൽ 3 തലാഖായി എന്നല്ലേ? കാരണം സിറായത്തല്ലേ മറ്റതാക്കി. കാരണം എന്നെ സിറായത്ത് കൊടുക്കലേ അടിയാണ്. ഈ കായില അല്ല, ഇസ്തിനായില്ല. സിറായത്ത് പടർന്ന് പിടിക്കേണ്ടത് തലാഖ് സംഭവിക്കുന്നിടത്താ അല്ല തലാഖ് ഒഴിവാക്കുന്നിടത്താ. അപ്പൊ എന്താവും? 2.5 വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേ നിന്ന് പകർന്നിട്ട് ഫുള്ളുമായി. എന്തായി? കാരണം സിറായത്ത് പകരുക ഈ കായിലാണ്.
ഹറാമാക്കുന്നതിനല്ലേ ഗൗരവം കാട്ടണ്ടി. അപ്പൊ തലാഖ് കയറുകയാണ് ചെയ്യുന്നത്. വഫീ തല്ലിഖിനി സലാസൻ ബിഅൽഫിൻ അടി ഉപകാരപ്പെടും. വഫീ തല്ലിഖിനി ആദ്യത്തെ കൗലനുസരിച്ച് ആവില്ല, രണ്ടേ ആവുള്ളൂ. ആദ്യത്തെ കൗലനുസരിച്ച് അല്ലേ? വയലല്ലഫലില്ല. അതെ, ആരാന്ന് പറഞ്ഞെങ്കിൽ ഒന്നാം മുറാദ് നോക്കണം. പിന്നെ ഒന്നൊഴികെന്നല്ലേ അർത്ഥം. എത്രയാവും? ആദ്യത്തെ കൗലനുസരിച്ച്. അഖീലനുസരിച്ച് തഅബീർ ബിൽ ബയാനി അനിൽ കുല്ലി എന്ന മദ്ഹബ് പിടിക്കുകയാണെങ്കിൽ ഇനി ഒരു മോഡൽ കൂടെ എടുക്ക്. തല്ലിഖിനി സലാസൻ ബിഅൽഫിൻ. എന്താ? തല്ലിഖിനി സലാസൻ ബിഅൽഫിൻ. 3 തലാഖ് ചൊല്ലിക്കൊള്ളണം. 1000 തരും. 333 റുപ്യ 33 പൈസ തലാഖ്. തലാഖ് വേണം 3 എണ്ണം. 1000 3 എണ്ണം വില കിട്ടി. ഫതല്ലഖ വാഹിദ വനിസ്ഫൻ. 1.5 തലാഖ് അവൻ ഏറ്റെടുത്ത്. എന്നാ 500 കൊടുക്കണ്ടി, 667 റുപ്യ കൊടുക്കണ്ടി. 666 ആണോ കൊടുക്കേണ്ടത്? അല്ല 500. യഖൽ സിന്ദാനി ഒരു 2 പൈസ കൊടുക്കണം. 666 കാരണം 1.5 ഇല്ലാലും 2 ആവുമല്ലോ. 2 ചാർജ് കൊടുക്കണ്ടേ? ഒരു തലാഖല്ലേ ഇവിടെ ബാക്കിയുള്ളൂ. കേൾക്കാൻ 1.5 എന്താ? 666 റുപ്യ 66 പൈസ. വയസ്തഹിഖു തലാഖ് 2. പക്ഷേ അതിനോടൊപ്പം വയസ്തഹിഖു സുലുസൈൽ അൽഫി 666 66 3-2 ഭാഗം പൈസ തന്നെ കൊടുക്കണം. കാരണം 1.5 ചൊല്ലിയാലും 2 ചൊല്ലിയ സ്ഥാനത്താണ്. അപ്പോൾ പ്രകാരം ഹക്ക് മാത്രമേ കണക്കൂട്ടുള്ളൂ. 3ന്റെ പകുതിയല്ലേ 1.5 എന്ന് പറയുമ്പോൾ മനിസ്പോ കലസാണ് 500 കൊടുക്കണം. അബ്ബലിൽ നിന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലല്ല സുലുസൈൽ അൽഫി അല്ലല്ല അബ്ബലി. ഏതാ അബ്ബലി? തഅബീർ ബിൽ ബയല. അതാണ് എന്താകലി? അതുകൊണ്ട് ഈ വാർത്തിട്ടുന്നേ ഉള്ളൂ. കുല്ലാ മുറാദ്. ഇപ്പൊ 2 ആയില്ല. 2ാമത്തെ അനുസരിച്ചോ? അതെ, നിസ്ബഹുവലത്താനി നേരെ പകുതി ഉള്ളതിന് കണക്കായിട്ട് 500. എന്തേ സഹു ഈ തലാഖ് 2 ആവും. ഇവിടെ കൊടുക്കൽ എത്രയാണ്? പണിയെടുക്കാതെ പൈസ കൊടുക്കുന്ന എങ്ങനെ? ചെറിയാനായി പൈസ ഉണ്ടാ ആയിക്കോട്ട്. തലാഖ് 2 പൈസ എത്ര? 500. ഓൻ തൊള്ളിട്ട് എത്രയേ ഉള്ളൂ. അല്ലാണ്ട് ലാബിമാ സറാലി ഏത് നോക്കിയിട്ടല്ല. അതെ, അങ്ങനത്തെ ഒരു പ്രശ്നം വരും കേട്ടോ. تظهر فائدة الخلاف في 3 إلا نصف القاء. فعل الثانية كائنا إلا نصف القاء 48 പേജിൽ വേണ്ട പോലെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. 48 അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ ഈ കഥ ഫായിദത്തുൽ ഖിലാഫ് 48 കഴിഞ്ഞിട്ടുണ്ട്. നിസ്ബത്ത് അൽക്കൻ്റെ കേസ് അപ്പുറം നോക്കിയാൽ കിട്ടും. 48 ഇതിൻ്റെ സംഭവം പറഞ്ഞത് ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. 48 പേജിൽ സമർത്ഥിച്ച കേസാണത്. പാലസ്ഥാനീയക്കായന അല്ല, അത് കഴിഞ്ഞല്ല. ഇല്ല നിസ്ബത്ത് അൽക്കയാണ് ഞാൻ പറഞ്ഞത്. അത് 48 കിട്ടും. റഫീലാണ് എന്ത് വേണ്ടത്? എന്ന സിറായത്ത ഫിൽ ഈഖായിലാണ് സിറായത്ത്. എന്തിലല്ല? തഗ്ലീബൽ ലിത്തഹരീം.
ആ സംഭവം 66-ാം പേജിലും പറഞ്ഞു. തിളങ്ങി തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ വന്ന കേസിൽ റഫിൻ്റെ അടുത്തേക്കല്ല നമ്മൾ പോകേണ്ടത്, ഈക്കായിലേക്കാണ് വില കെട്ടേണ്ടത്. പിന്നില്ലേ 66. പിന്നെ ഇനി ഏതുണ്ട്? ഏതേ നോക്കുള്ളൂ. ലാ ബിമാ സറാ അലൈഹി കമാ മറ. അത് 7-ാം ജുസിയിലുണ്ട്. 7-ാം ജുസിയിൽ 2 സ്ഥലത്തുണ്ട്. 495 ഉണ്ട്, 484 അതേ അവസാനം. ഇങ്ങനത്തെ സംഭവം ഇല്ല. ഓരോ തലാഖിൽ നിന്ന് പകുതി ഫയഖഉ അമലൻ ബിഖസ്തിഹി വല്ലസഹു അന്ന ഖൗലഹു അന്തി താലിഖുൻ നിസ്ബതൽ ഖതൈനീൻ. പ്രത്യേകം ഒന്നും കരുതിയിട്ടില്ല. എത്ര എണ്ണായി? അന്ന ഖൗലഹു നിസ്ബതൽ ഖതൈനീൻ അന്തി താലിഖുൻ നിസ്ബതൽ ഖതൈനീൻ. എത്രയാണ്? 2ന്റെ പകുതിയിൽ. അപ്പൊ നേരെ ചിന്തിക്കുക, 2ന്റെ പകുതി എത്ര മതി? വേറെ മേനഘട്ടല്ല. വലും ഗുരുത് ദാലിക്ക, ഓരോന്നിന്റെയും പകുതി എന്ന് പ്രത്യേകം പറഞ്ഞ ഒന്ന് എന്നത് നിസ്ബുഹുമ ഇങ്ങനെ അർത്ഥം മതി. അതേ സമയത്ത് വഹംലുഹു അലാ നിസ്ഫിൻ മിൻ കുല്ലിൻ വയുക്മലു ബൈനു, ഓരോന്നിൽ നിന്നും ഓരോ പകുതി, എന്നിട്ട് ആ പകുതിയെ ഫുള്ളായിട്ട് സങ്കല്പിക്കുക. അപ്പൊ 2 തലാക്കാക്കുക. അങ്ങനെ ഇവിടെ ചുമത്തൽ എന്താണ്? വെറുതെ ആളടങ്ങാറാക്കുന്നുണ്ട്. 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ കേട്ടോളണം. ഒയ്ഫ്രഖു എന്താണ് 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ? ഓരോന്നിന്റെയും പകുതി നോക്കാതെ ടോട്ടൽ 2ന്റെ പകുതി ഒന്ന്. പക്ഷേ സാധനം കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ. കുറെ സാധനം കൊണ്ടാണ്ട് 2 കൊടുത്തോ എന്ന് പറഞ്ഞാൽ ഓരോന്നിൽ നിന്നും അല്പം കൊടുക്കണ്ടേ? അതെന്തേ? കുറെ ബിസ്കോത്തി, കുറെ റസ്ക് എല്ലാം കൊണ്ടാണ് പകുതി എടുത്തോന്ന് പറഞ്ഞാൽ ഈ മസലന്റെ ഇടയിലും സമ്മതിച്ചവന്റെ ഇടയിലും എന്താ സമ്മതിച്ചത്? ഇതിന്റെ പകുതി ഇന്നയാക്ക്, ഇതിന്റെ പകുതി ഇന്നയാക്കുള്ളതാണ്. ഇത്ര 2 സാധനം കൊണ്ടാണ് ഇതിന്റെ പകുതി ഇന്നയാക്കുള്ളത്. അവിടെ എന്ത് മതിയാവൂല എന്നാണ്? ഇതൊന്നപ്പുറം ഒതുങ്ങി വരും. അതെ, അങ്ങനെ ഇതിൽ നിന്ന് അതിൽ നിന്നും അംശം കൊടുക്കണം പോയി. അതെന്തേ തലാഖിന്റെ അടുത്ത് അങ്ങനെ പിടിച്ചാ? അതെ, യകൂനു മുഖിറൻ ബിനിസ്ബി കുല്ലി മിൻഹുമാ, അവിടെ അവൻ മറ്റൊരാൾക്ക് അവകാശം നിലനിർത്തിയവനായി ഓരോന്നിലും പകുതി. 2 സാധനം വെച്ചിട്ട് ഇതിന്റെ പകുതി ഇന്നയാക്കുള്ളതാണെന്ന് പറഞ്ഞാൽ മേലെ കാണുന്നത് മാത്രം അയാൾക്കും അടിയിലത് ഇയാക്കുക, അങ്ങനെയല്ല. അങ്ങനെ ആരും പ്ലാൻ കിട്ടണം? അവകാശം എല്ലായിടത്തേക്കും പകരും. എന്താവും? എട്ടാളിൽ നിന്ന് അനന്തരം കിട്ടിയ പോലെയാവും. പകുതി എന്ന് പറഞ്ഞാൽ ഓരോന്നിലും അവകാശം കിട്ടില്ല. ഇന്ന പകുതിയിൽ പെയിന്റ് അടിച്ചിനാ, ഇവിടുന്ന് ഇവിടം വരെയാണോ ഒന്ന മുതൽ ഇവിടുന്ന് ഇവിടം വരെ അങ്ങനെ വരോ? അല്ല, പ്രതിയാക്കുന്നില്ലെങ്കിൽ അറിയണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നിട്ടുണ്ട്, ഇന്ത്യത്തെ അംശം വേണ്ടതാണ് ഒരു പകുതി, അതേസമയത്ത് അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്. ഇങ്ങനെ പുറത്താക്കേണ്ടി വരും. കാരണം അവൻ്റെ അംശം തന്നെ ഇത് ഈ മെച്ചാളത്തോട്ട് പറമ്പ് കിട്ടിയ പോലെ മുന്നിലുള്ളത് ഇന്നയാക്കും ബേക്കിലുള്ളത് ഇപ്പൊ നിൽക്കുന്ന അങ്ങനെ ഉണ്ടാ? അങ്ങനെ ആരാ പറയാ? ഓരോ മണൽ തെങ്ങിലും എല്ലാവർക്കും അവകാശമല്ലേ? പടർന്നു കിടക്കുക എന്നതാണ് സാധനത്തിലുള്ള നിയമം. എന്താ? അപ്പൊ എല്ലാത്തിലും അവകാശം വരും.
വയുയ്യിദുഹു ഈ ഫർഖിനെ ശക്തിപ്പെടുത്തുന്നു. ലൗ ഖാല അലാ നിസ്ഫി ദിർഹമൈനി അലാ നിസ്ഫി ദിർഹമൈനി എന്നാ പറഞ്ഞത്. സാധനം വാങ്ങുമ്പോ അലാ നിസ്ഫി ദിർഹമൈനി എന്നാല് ലസിമഹു ദിർഹമുൻ ഇത്തിഫാഖൻ ഇത്രേ കൊണ്ടു ഓരോന്നും കീറിയിട്ട് പപ്പാതി കൊടുക്കണം. വേണ്ട 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 അലാ നിസ്ഫി എന്നല്ലേ അലിയ നിസ്ഫു ദിർഹമൈനി എന്നാ അങ്ങനെയുള്ള ഇഖ്റാർ അലിയ നിസ്ഫു ദിർഹമൈനി. അതെ അലിയ നിസ്ഫു ദിർഹമൈനി എന്ന് പറഞ്ഞാൽ ലസിമഹു ദിർഹമുൻ ഇത്തിഫാഖൻ. അവിടെ ഖിലാഫൊന്നുമില്ല, അവിടെ പുതിയാക്കാൻ മുറാദ് വരുന്നില്ല. ഫസലാസത്തു അൻസാഫി തൽഖാ എന്ന് പറഞ്ഞെങ്കിലോ തലാഖിന്റെ മുക്കാൽ ഭാഗം അല്ല 3 നിസ്ഫ് ഒന്നര തലാഖ് 3 നിസ്ഫ് തലാഖ് അത് ഓരോന്നിന്റെയും നിസ്ഫ് എന്നാക്കിയാണെങ്കിൽ 3 വരും. നിസ്ഫ് ഓരോന്നും ഫുള്ളായി മാറും. എത്ര അങ്ങനല്ല, ആകെയുള്ള 3 നിസ്ഫുകളുടെ കതിർ അപ്പൊ എത്ര 2. മലം ഇരുത് താലിക്ക ഓരോന്നിൽ നിന്നുള്ള നിസ്ഫ് എന്ന് പ്രത്യേകം കരുതിയിട്ടില്ല. തൽക്കത്താനി മതി. അത് ഏറിയ നിസ്ഫിനെ തക്മീലാക്കുമ്പോൾ 2 ആവും. 3 ആവോ? എന്നാൽ വഹംലുഹു അലാ കുല്ലി നിസ്ഫിൻ മിൻ തൽഖാ ഓരോ തലാഖിൽ നിന്ന് വെവ്വേറെ അല ലിയഖാ സലാസു ഇതിന് ഇങ്ങനെ ചുമത്തല്. അതല്ലാണ്ട് ഇൽഗാവിൻ നിസ്ഫി സായിദി ഏറിയ കഥ തള്ളിക്കളയല് അത് അബദ്ധത്തിൽ വന്നു പോയതാണ്. മക്കളെ 2 നിസ്ഫല്ലേ ഉണ്ടാവുള്ളൂ, 3 നിസ്ഫ് ഉണ്ടാവില്ല എന്ന് ചുമത്തല്. അപ്പൊ എത്രയാവും? അത് 2 കാരണം എന്നൽ വാഹിദ ലാ യസ്തമിലു അലാ തിൽക തൽഖ ഇതെല്ലാം വഈദാണ്. അതിന് ഏറ്റവും മുതൽ മുൽഖിനിയോ സാനിയ 2ാം മസലയെ ആര് അംഗീകരിച്ചതാണ്? ഏത്? 1 ആവുള്ളൂ. 1.5 എന്ന് പറഞ്ഞാൽ അത് ഓവർ ലോഡാന്ന് പോകും. അതുണ്ടാവില്ല. അപ്പൊ ഉണ്ടാവും 1 ആവും തലാഖ്. പിന്നെ മറ്റേത് കരുതെന്ത് ഓരോ തലാഖിന്റെയും പകുതി അങ്ങനെ ചുമത്തുമ്പോൾ എത്ര വരും? ഇങ്ങനെ വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാ പറയും. പിന്നെ നിസ്ബത്തൽക്കത്തിൻ സുൽസത്തൽക്കത്തിൻ എന്ന് പറഞ്ഞാലോ ഒരു പകുതിയും ഒരു സുൽസും പോലും എല്ലാം കൂടെ കൂട്ടിയാൽ പോലും എത്ര ആകുന്നില്ല. എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഒന്നാകുന്നില്ല. എന്നാലോ 1 നിസ്ബത്തൽക്കാ സുൽസത്തൽക്കാ 2 വരും. കാരണം തൽക്കാ ഒരേ തലാഖിന്റെ തന്നെ അതേ തലാഖിന്റെ സുൽസല്ലല്ലോ, ഒരു ഇളാഫത്തല്ല. എന്താവും? ബിഇളാഫത്തിഹി കുല്ല ജുസിൻ ഇലാ തൽഖാ വഅത്ഫിഹി വകുല്ലു മിൻഹുമാ യഖ്തദി തഗായുറ വമിൻ തമ്മ ലൗ ഹദഫൽ വാവ അവിടെ വാവ് കളി നിസ്ബത്തൽക്കാ സുൽസത്തൽക്കാ അങ്ങനെ പിന്നെ ആടാ ഉപകാരപ്പെടും അത്ഫില്ലാത്തതുകൊണ്ട്. وخيات تلقى فقط لله في اختلاء الإضافة بعدها للتغاير إضافة മാത്രം തഗായിരത്തെത്താടോ അത്ഫും കൂടി വരുമ്പോൾ തഗായിർ ബോധ്യപ്പെടല്. അപ്പൊ ആ നിസ്ബ് ഒന്നിൽ നിന്ന് പറയാൻ ഈ സുൽസ് വേറെ ഒന്നില്ല. എത്ര വീഡിയോ വലോ ഖാല ഖംസത അൻസാഫി തൽഖ ഇങ്ങനെ പറഞ്ഞാലോ ഖംസത പറയ് 5 നിസ്ബ് എന്നാ പറഞ്ഞെങ്കിലോ അവിടെ എല്ലാം പിന്നെ 3 തന്നെ. അവിടെ പിന്നെ ഉണ്ടാകില്ല. ഏത് കോലി പിടിച്ചാലും കണക്കന്നെ അല്ലേ? പിന്നെ നിസ്ബ സുൽസ തൽഖ എന്നാ പറഞ്ഞെങ്കിൽ ഉറപ്പാണ്. എല്ലാം കൂടി 1 പോലും ആയിട്ടില്ല. ഇപ്പോൾ
ആകെ കൂട്ടിയാലും ഒന്നേ ആവും. ഇപ്പം പോലും രണ്ടും കൂടെ കൂടിയാൽ പോലും ഒന്നാകില്ല അല്ലേ? നിസ്ഫും സുൽസല്ലേ കുട്ടി സുൽസ ആ ബാക്കിയുണ്ട് പിന്നെയും തൽക്കേ ആവുള്ളൂ. അത്തുഫ മാത്രം തകായുന്നത്താണോ? ഇലാഫത്തും വേണ്ടേ? നേരത്തെ പറഞ്ഞത് വെറും ഇലാഫത്ത് കൊണ്ട് മാത്രം തകായു തരൂല. ഇവിടെ അത്തുഫ കൊണ്ട് മാത്രം തകായുറാവോ? രണ്ടും കൂടെ കൂട്ടിയാലും ഇവിടെ ഒന്നിനെ മറികടക്കുന്നുണ്ടാ. ഒന്നിനെ മറികടത്തെങ്കിൽ രണ്ടാക്കണം. അതിന്റെ മുൽക്കീനിയുടെ കൗലനുസരിച്ച് ഒന്നിലേക്ക് അമർത്തണം. ഒന്നിനേക്കാണ് ചാടിയെങ്കിൽ മുൽക്കീനിയുടെ കൗലനുസരിച്ച് ഒന്ന്. നമ്മളെ നിയമം അനുസരിച്ച് രണ്ടു. അതിവിടെ ആകുന്നില്ല. ആകുന്നില്ല. അടമുതിക്ക് തൽക്കത്തിൻ എന്ന് വെവ്വേറെ പറയാത്തത് ഇസ്രകുല്ലി ജുസിയിൻ ദലീലും ലാഹിറുൻ അതന്നെ പരസ്യമായ ദലീലല്ലേ അലാ അന്നൽ മുറാദ അജ്സാഉ തൽഖത്തിൻ വാഹിദ. എന്താ ഉച്ചരിക്കുന്നത്? അജ്സാഉ തൽഖത്തിൻ വാഹിദ. ഇനി വലോ ഖാല ലി അർബഈൻ ജലത്രൂട്ടും പറഞ്ഞതാണ്. വലോ ഖാല ലി അർബഈൻ തുടക്കത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് 48-ാം പേജിൽ ഈ കഥ മുഴുവനും പറഞ്ഞതാണ്. നിങ്ങൾ എല്ലാവരും കൂടി എടുത്തോന്ന് പറഞ്ഞിട്ട് മൊത്തം തലാഖ് കൊടുത്തത്. ഒരു തലാഖിന്റെ പേക്കം തന്നെ കൊടുത്തു. എല്ലാവരും എടുത്തോളിയുന്നു. ഈ മക്കാമിൽ നിന്ന് സിയാർത്ത് ചെയ്താൽ കാണുന്നില്ലേ? അതൊന്നും ഒരു പാക്കറ്റ് തരുന്നു. അതിൽ എന്തെല്ലാം ഉണ്ട്? എല്ലാവരും എടുത്തോന്നു. ഔ ഖഅതു അലൈകുന്ന ഔ ബൈനകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ സമ്മതിച്ചു. ഒരു തലാഖ്, 2 തലാഖ്, 3 തലാഖ്, 4 തലാഖ്. വേറെ മസല നിങ്ങളെല്ലാവരും കൂടി വീതിച്ചെടുത്തോളി ഒരു തലാഖ്. നിങ്ങളെല്ലാവരും കൂടി വീതിച്ചെടുത്തോളി 2 തലാഖ്. നിങ്ങളെല്ലാവരും കൂടി വായി വെച്ചെടുത്തോളി 3 തലാഖ്, 4 തലാഖ്. എല്ലാ മസലയിലും എത്ര പേർക്ക്? അതെ, ഒന്ന് വീതിച്ചാൽ കാലായി. കാല് എന്ന് പറഞ്ഞ തലാഖില്ല. അപ്പൊ 1. 2 വീതിച്ചാൽ അര. 3 വീതിച്ചാൽ മുക്കാൽ. 4 വീതിച്ചാലും കുല്ലൻ ഓരോരുത്തരും ഒരു തലാഖിനെത്തിക്കും. ഭാഗിക്കുമ്പോൾ വാഹിദ അതോടെ 4 വീതിക്കാൻ പറഞ്ഞെടുത്ത് ഇന്ന് അങ്ങോട്ടേക്കാ വീതിക്കുന്നു. വലിയ കെട്ടാന്ന് ആദ്യം. മുക്കാൽ എടെ അര കാലി അവിടെയെല്ലാം 10 വരും. അത് കുടുങ്ങിയെടുത്തുണ്ടാവും. ഇൻഫൈൻ ഖസദ തൗസിയ കുല്ലി തൽഖത്തിൻ അലൈഹിന്ന എന്നാണ്. ഓരോ തലാഖ് കീറിച്ച് അതിന്റെ ഒരു ചീള് അയാൾക്കും മറ്റേ ചീള് മറ്റേയാൾക്കും. ഓരോ തലാഖ് കീറിയിട്ടാണ് എന്നാ പ്രശ്നത്തിലാവും. എന്താ 4 ആൾ കൊടുത്തു എന്ന് പറഞ്ഞ് 2 തലാഖ് കൊടുത്തു. 4 ആൾക്ക് ഈ തലാഖിൽ നിന്ന് കുറേശ്ശെ കൊടുക്കണം പോലും. ഓരോരുത്തർക്ക് എത്ര ആവും? 2 കീറിയെടുത്ത്. പിന്നെ 4 കീറിയിട്ട് ഫലമില്ല. അത് എക്സ്ട്രാ ആയിന്നല്ലേ ഉള്ളൂ. 3 കീറിയെടുത്ത് 3 ആയില്ലേ? വെറും പടായി വിട്ടതാണെങ്കിലോ ഒന്നും മുണ്ടുന്നില്ല. ഈ ജോലി ചെയ്താറില്ല ചില ആള് പൈസ അധികം കിട്ടാൻ വേണ്ടി ഒന്നും പറയില്ല. എത്ര പൈസ തന്നെ പറഞ്ഞു. തന്നേന്ന് പറയുമ്പോ നമ്മൾ വലിയ നോട്ടന്റെ കൊടുക്കും. കണക്ക് പറഞ്ഞാൽ അതേ കിട്ടും. തന്നെ പറഞ്ഞേപ്പ ഇതാക്കും. എന്നാലും അനിൽ ഫഹ്മി ولهذا لو قيل اقسم هذه الدراهم على هؤلاء الأربعة
ഒന്നും വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാവർക്കും കൂടി വീതിച്ചോടി എന്ന് പറഞ്ഞിട്ട് ലാ യുഫ്ഹമു മിൻഹു ഖിസ്മത്തു കുല്ലിൻ മിന്നാ അലൈഹി. അവിടെ എന്താ അർത്ഥം കിട്ടൂല? ഓരോ കണ്ണിയും വീതിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണമെന്ന് കിട്ടോ? ഇല്ല. ടോട്ടൽ ഇതിന്റെ മജ്മൂ എന്തായാൽ മതി, തീർന്നിട്ടിയാൽ മതി. കുറെ സംഖ്യ കൊടുത്തിട്ട് എല്ലാവരും എടുത്തു എന്ന് പറയുമ്പോൾ ഓരോന്നിലും എന്താക്കണ്ടില്ല, ആക്കണോ? ഖാല അബൂ ദുർആ, ഇമാം അബൂ ദുർആ പറയുന്നു, വകാന ബഅദ അഹ്ലിൽ അസ്രി, കാലഘട്ടത്തിലുള്ള ചിലർ അഖദ മിൻ ഹദാ, ഈ മത്തിനിലുള്ളതിൽ നിന്ന് പിടിച്ചെടുത്തു. മത്തിനിൽ ഇപ്പം വായിച്ചില്ലേ, ഇതാ ഫൈൻ ഖസദ തൗസിയ കുല്ലി തൽഖത്തിൻ അലൈഹി വഖാഫി സിന്ദാനി സിന്ദാനി സലാസിൻ അർബഈൻ എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ മസല 48 എവിടെ പിടിച്ചെടുത്തു? ഈ അന്തുമാ താലിഖാനി സലാസൻ. ഉത്തരം കിട്ടാതെ ഒരു ചോദ്യമുണ്ട്. അന്തുമാ താലിഖാനി സലാസൻ ബാത്തിലക്ക. ഉത്തരം നമ്മൾ 48 പറഞ്ഞു. ഈ മത്തിനിൽ നിന്നാണ് അവർ തൂങ്ങിപ്പിടിച്ചത്. അന്തുമാ താലിഖാനി സലാസൻ എന്ന് പറഞ്ഞു അടങ്ങി നിന്നോ. എന്നാൽ അന്നഹു യഖാഉ അലാ കുല്ലിൻ സിന്ദാനി ഉണ്ടാവും തൗസിയൻ ലിസലാസി അലൈഹിമാ. 3 ടോട്ടൽ എടുത്തിട്ട് 2 കൂടെ കൊടുക്കും. എന്തായാലും കുല്ലുവാഹിദല്ല മടക്കേണ്ടത് എന്ന് പറഞ്ഞു കളഞ്ഞു. ഇടുത്ത മസലയോട് കിയാസാക്കിയിട്ട് മല്ലക്രമു ഇന്തി അബൂ ദുർആ തന്നെ പറയുന്നു, എന്റെ അടുക്കൽ അംഗീകൃതമായത് അലാ കുല്ലിൻ മിൻഹുമാ അന്തുമാ താലിഖാനി സലാസ എന്ന് പറയുമ്പോൾ ഓരോ മുഫ്തദാക്കും 3 ഉണ്ട് എന്ന അവസ്ഥ. ആയി വാർത്ത എങ്ങനെയാണ്? അന്തുമാ നിങ്ങളിൽ നിന്ന് ഇയാളും താലിഖാനി, 2 തലാഖുണ്ട്, 2 തന്നെ സലാസൻ. 2 നിന്ന് ഓരോരുത്തർക്കും എത്ര വീതം അങ്ങനെ കിട്ടല്ലോ. ലഫ്ലിന്റെ ലാഹിദ് كما هو مقتضى اللفظ إذ هو من الكلي تفصيله وكل واحد ലേക്ക് ആവത്ത് മജ്മൂഇലേക്കല്ല വിധി വരത്ത്. അവിടെ എന്താ ഇബാറത്ത് തെറ്റീന? ഫയർജിഉ സലാസൻ ലിജമീഇഹിമാ. അതെ, ഫയർജിഉ സലാസൻ സലാസൻ എന്നത് എന്തായി? ലിജമീഇഹിമാ, ഓരോ ഫർദിലേക്കും മടങ്ങും. എന്താവും? ജമീഅ എന്ന് പറഞ്ഞാൽ കുല്ലു വാഹിദ്. സലാസൻ എന്ന ഈ അദദ് കുല്ലു വാഹിദിലേക്കും വെവ്വേറെ മടക്കണം. എന്താവും? 3 ലാ മജ്മൂഇഹിമാ. പക്ഷേ വഫീഹി വഖഫത്ത്. അബൂ ദുർആ സമർത്ഥിച്ചതിൽ എന്തുണ്ട്? സംശയമുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് എന്തിയാണ്? ഉറപ്പില്ലാണ്ട് നമ്മൾ അധികം ഒരാളെ പരിധിക്കുകയായിരുന്നു. പിന്നെ ഇത്രയെല്ലാം തലാക്ക് കൊടുത്തിട്ടുണ്ടാകുമോ? കുറക്കാനല്ലേ നോക്കേണ്ടത്. ഇനി അധികം വാങ്ങി കൊടുക്കുന്നത് അങ്ങനെ മനസ്സിലാവും. ഇത് പ്രത്യേകം പറയാത്ത കാലത്തോളം 3 ഡിവിഷൻ ആക്കിയിട്ട് 1.5 വീതം എടുത്തോളി. നിങ്ങൾക്ക് 2 കൂടി സമ്മതിച്ചത് 3 തലാഖ്. ഒരാൾക്ക് എത്രയാകണ്ടു? 2 ആവുള്ളൂ. 3 പറയും. വയറുദുഹു, അതിനെ ശക്തിപ്പെടുത്തുന്നു. അസ്ലു വഖായിൽ ഇസ്മ, വിവാഹബന്ധം എന്തെങ്കിലും ബാക്കി ഉണ്ടായിക്കോട്ടില്ലേ, എല്ലാം തുടച്ചു നോക്കുന്നതിന് ഈ ചോറ് കൊണ്ടാകുന്ന പോലെയാണ്. എന്തെങ്കിലും കുറച്ച് ബാക്കിയാക്കിയത് നല്ലതാണ്. പൂശിയിട്ട് കൊടുക്കൽ എങ്ങനെ നന്നല്ല. ഇതിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന വിളിക്കുമ്പോൾ മോശമാണ്. ദേശം കുടി വേണം, ക്ലിയറാക്കി അങ്ങ് കൊടുക്കുന്നത്. അതെ, ഇനി അമ്മ തന്നെ തീർക്കണമെന്നങ്ങനെ ഒരു ഡ്യൂട്ടി ഉണ്ടാ. ഫലം അപ്പൊ ഉറപ്പുള്ള കതറല്ലാണ്ട് എന്താവൂല.
കമാമറ 48 പറഞ്ഞതുപോലെ. 48 എന്താ മെത്തതാക്കി കണ്ടേ ആവും. ഇതേ മസല തന്നെയാണ്. 48 എടുത്ത് മറിച്ച് നോക്കറ അവിടെ മെത്തതാക്കിയിട്ടുണ്ട്. ഒരു നിലക്കും എന്താകുന്നില്ല, ഒന്നും പറയണ്ട.